കുറച്ച് ഗവേഷകർ തവളകളെ കൊണ്ട് ഒരു പരീക്ഷണം നടത്തിയതിങ്ങനെ. ഒരു ഗ്ലാസ് ജാറിൽ കുറച്ച് തവളകളെ ഇട്ടു. തവളകൾ ചാടി രക്ഷപ്പെടാതിരിക്കുവാൻ ഒരു മൂടി കൊണ്ട് മുകൾ ഭാഗം അടച്ചു. ആദ്യമൊക്കെ തവളകൾ ചാടിക്കൊണ്ടേയിരുന്നു. ഓരോ തവണയും രക്ഷപ്പെടുവാൻ ചാടിയപ്പോഴും അവരുടെ തല ജാറിൻ്റെ മുകൾ മൂടിയിൽ ചെന്ന് ഇടിച്ചു. 30 ദിവസങ്ങൾക്ക് ശേഷം അത്ഭുതകരമായ ഒന്ന് സംഭവിച്ചു. ജാറിൽ നിന്നും മൂടി നീക്കം ചെയ്തപ്പോൾ തവളകൾക്ക് എളുപ്പത്തിൽ ചാടി രക്ഷപ്പെടുവാൻ കഴിയുമായിരുന്നിട്ടും ഒരു തവണ പോലും തവളകൾ ചാടിയില്ല. അതിന് കാരണം ജാറിൻ്റെ മുകൾ ഭാഗം തങ്ങൾക്ക് പോകാൻ കഴിയുന്നത്ര ഉയരത്തിലാണെന്നുള്ള ഒരു ബിലീഫ് സിസ്റ്റം അഥവാ വിശ്വാസ സമ്പ്രദായം അവർ തന്നെ ഇതിനോടകം രൂപപ്പെടുത്തി. അവർ തന്നെ പരിമിതപ്പെടുത്തിയ അവരുടെ വിശ്വാസ സമ്പ്രദായം അവരെ ആ ജാറിൽ കുടുക്കിക്കളഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ വിശ്വാസ യാത്രയിൽ നമ്മെ തളച്ചിട്ട ഒട്ടനവധി ഇടങ്ങളുണ്ടായിരുന്നു. നാം രക്ഷപ്പെട്ട ദൈവം നമ്മെ രക്ഷപ്പെടുത്തിയ അത്ഭുത സംഭവങ്ങൾ ഒരുപക്ഷെ ഇന്ന് നാം ഓർക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് നമ്മിൽ പലരും എത്തപ്പെട്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ എങ്ങനെ ഇതിൽ നിന്നും രക്ഷപ്പെടും? ഇനി ഇവിടെ നിന്നും ഈ വിഷയത്തിൽ നിന്നും ഒരു രക്ഷപ്പെടൽ ഇല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. ദൈവത്തെയും ദൈവത്തിൻ്റെ വിടുവിക്കുന്ന കരത്തെയും നമ്മുടെ വിശ്വാസ സമ്പ്രദായം കൊണ്ട് പരിമിതപ്പെടുത്തരുത്. രക്ഷപ്പെടുവാൻ മുൻപിൽ വഴികൾ കാണാതിരിക്കുമ്പോഴും രക്ഷപ്പെടാനുള്ള നമ്മുടെ ഓരോ പരിശ്രമങ്ങളും വിഫലമായിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ വിശ്വാസം തളരരുത്, ക്ഷീണിക്കരുത്. ഇനി രക്ഷയില്ല എന്ന് നാം വിധി എഴുതുവാൻ വരട്ടെ. നമ്മുടെ മുമ്പിലെ തടസ്സങ്ങളെ നീക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവം അത് ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. അതുവരെയും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന വിശ്വാസ സമ്പ്രദായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. സത്യമല്ലാത്തതായ, നമ്മുടെ ഭാവി ജീവിതത്തെ തകർത്ത് കളയുന്നതായ, നാം തന്നെ കെട്ടിപ്പടുത്തതായ, നമ്മുടെ ദൈവത്തെ പരിമിതപ്പെടുത്തുന്ന എല്ലാ വിശ്വാസ സമ്പ്രദായത്തെയും എടുത്തു ദൂരെ കളയുക. എന്നിട്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. The one who calls you is faithful and he will do it. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. ഹാപ്പി ബ്ലെസ്സഡ് ഡേ.